അതിനെ മറികടക്കാൻ, ഉള്ളിലൊരു വെളിച്ചം തെളിക്കാൻ ദർശനം വേണം. ശബരിമലയിൽ പോകുന്ന ദർശനം, യോഗപട്ടാസനസ്ഥനായി ഇരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നല്ല ദർശനം. ആ ദർശനത്തിന് അതുക്കും മേലെ ഒരു ദർശനം. ആ ദർശനം എന്താ? ആ ദർശനം ജയചന്ദ്രൻ വീണ്ടും എന്റെ നാവിൽ വരിക. 3-4 ദിവസമായിട്ട് ജയചന്ദ്രൻ തന്നെയാ മനസ്സിൽ. സ്വാമി ശരണം ശരണമെന്തയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. മലയാള അയ്യപ്പ പാട്ടുകളിൽ ക്ലാസിക് പാട്ടാണത്. അടുത്ത വരി, ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇരുമുടി കെട്ടുകളും താങ്ങി, 18ാം പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ്, ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ഒരു ദർശനമുണ്ട്. ആ ദർശനം എന്താ? ചാന്ദാഗ്യോപനിഷത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉയർന്നു വന്നൊരു ദർശനമുണ്ട്. മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി തന്റെ പുത്രനും ശിഷ്യനുമായ ശ്വേതകേതുവിനെ തനിക്കറിയുന്നത് പഠിപ്പിച്ചു. എന്നാ ഇത് പോരാ, നീ ഈ സ്വാമിമാർ പറയുന്ന കേട്ടാ മാത്രം പോരാ മോനെ, ഈ ലോകകാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് അയച്ചു. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠിക്കാൻ പോയി. അത് പഠിച്ച് മനസ്സിലാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു അച്ഛൻ ഉത്തരമല്ല പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയത്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടികളില്ലാത്തതാണ് നമ്മുടെ നാടിന്റെ ശാപം. നിങ്ങൾ അറിയണം, നമ്മുടെ മഹാഭാരതം ചോദ്യോത്തര, ജനമേജയ ഉവാച, വൈശമ്പായന ഉവാച, അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദ. പാർവതി ചോദിക്കുന്നു, ശിവൻ ഉത്തരം പറയുന്നു. ഭഗവത്ഗീത ചോദ്യോത്തരമാണ്. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ ഉത്തരം പറയുന്നു. ഭാഗവതം ചോദ്യോത്തരമാണ്. ചോദ്യോത്തരങ്ങളിലൂടെയാണ്, ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയല്ലേ? അവർ ചെയ്യുന്ന ഒരു വിഡിത്തം, ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണ്. നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ചോദ്യം വായിച്ച് ഉത്തരം പഠിക്കുന്ന ശൈലി തിരുത്തണം. അവർ പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം പഠിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉത്തരമില്ലെന്ന ശൂന്യതയുണ്ടാകും. ആ ശൂന്യതയിലാണ് ഉത്തരം വന്ന് നിറയുക. ഇത് ചോദ്യം വായിച്ച് ഉള്ളിൽ ശൂന്യതയില്ലാതെ ഉത്തരം പഠിച്ചാൽ കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെയാണ്. ആരുടേതാ ചോദ്യം? മാഷുടേതാണോ കുട്ടിയുടേതാണോ? പരീക്ഷക്കാലല്ലേ, മാഷതാണോ കുട്ടിയുടേതാണോ ചോദ്യം? നമ്മൾ സാധാരണ ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കുക? എന്റെ കയ്യിൽ പൈസയുണ്ട്, നിങ്ങളെ കയ്യിൽ പൈസയില്ല. അപ്പൊ നിങ്ങൾ എന്നോടാണോ പൈസക്ക് ചോദിക്കേണ്ടത്? ഞാൻ നിങ്ങളോടാണോ? ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അറിവുള്ളതാരാ? മാഷോ കുട്ടിയോ? മാഷ്. ഇല്ലാത്തതാരാ? കുട്ടിയല്ലേ. അപ്പൊ ചോദ്യം ചോദിക്കണ്ട ആരാ? കുട്ടി. ഉത്തരം പറയേണ്ട ആരാ? മാഷ്. ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? കുട്ടി. കുട്ടിക്ക് ഉത്തരം അറിയാം സ്കൂളിൽ പോവോ? ഇല്ല. പിന്നെ ഏത് ഉത്തര മാഷ് ചോദിക്കുന്നത്? മാഷ് കൊടുത്തേൽപ്പിച്ചു ഉത്തരം. ഞാൻ ദേവദാസാട്ടിന് നോട്ടീസ് കൊടുത്തു. ദേവദാസാട്ടിന് നോട്ടീസ് കൊടുത്തു. എന്തിനാ കൊടുത്തതെന്ന് ഓറ് പിടിയില്ല. ഞാൻ കൊടുത്തോണ്ട് ഓറ് വാങ്ങി. എന്തിനാ കൊടുത്തതെന്ന് പിടിയില്ല. ഓറ് വാങ്ങി എന്തിനാ? ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാൻ. എന്നാ തന്നേക്ക്. തിരിച്ചു തന്നു. ഇപ്പൊ ദേവദാസാട്ടിന്റെ കയ്യിൽ നോട്ടീസ് ഉണ്ടോ? ഇല്ല. ഈ വിഡിത്താണ് സ്കൂളിൽ നിന്ന് നടക്കുന്ന. മാഷന്മാർ കുറെ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികളത് വാങ്ങും. എന്തിനാവോ ഏതിനാവോ വാങ്ങും. എന്തിനാ വാങ്ങുന്നത്? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ മാഷ് ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, കുട്ടിക്ക് തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോ നോട്ടീസ് എനിക്ക് തിരിച്ചു തന്നു. ദേവദാസന്റെ കയ്യിൽ ഇപ്പൊ നോട്ടീസ് ഇല്ല. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടീന്റെ കയ്യിൽ ഉത്തരവില്ല. മാഷ് തന്നത് മാഷക്ക് കൊടുത്ത്. 8-ലെത്തി 8 ജയിച്ച് 9-ലെത്തുമ്പോ 8-ലെല്ലാം പോയി. 9 ജയിച്ച് 10-ലെത്തുമ്പോ 9 പോയി. 10 ജയിച്ച് +1 ചേരുമ്പോ 10 പോയി. എന്ത് വിഡിത്താണ് ചെയ്യുന്നത്? ചോദ്യങ്ങൾ നടത്തുമ്പോ പറഞ്ഞു, മക്കളെ ഇവരെ കണ്ടോ,
ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ സ്ഥിരം നമ്മൾ കേട്ടുമടുത്തൊരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിൽ ഒരു കാലം ഇതുപോലെ പഴുത്ത് വീഴും. അപ്പോ ചിരിക്കാൻ പാടുണ്ടോ? അപ്പൊ കുട്ടികളെല്ലാം ഇല്ലാന്ന്. അപ്പൊ ഒരു കുട്ടി എണീറ്റിട്ട് ടീച്ചറെ ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താ? പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാണ്ട് എന്നാ പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേന്ന്. മനസ്സിലായോ? ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ചോദ്യമാണ് പ്രധാനം. ഉദ്ദാലകാരണിയോട് പഠനം പൂർത്തിയാക്കി വന്ന ശ്വേതകേതു ചോദിച്ചു, പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്ന്? ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഈ ചോദ്യമാണ് നമ്മളെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനാക്കി. അറിയണം, ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തെ കുറിച്ചാണ് ഇവരെന്നോട് പറഞ്ഞത്. ഇവിടുത്തെ ദൈവങ്ങൾ, ഇവിടുത്തെ തെയ്യം, എന്താ തെയ്യം? തറയെന്താ? ഈ ഭൂമിയിൽ എല്ലാ ഒരുപാട് ദൈവങ്ങളെ പറ്റി ഞാൻ പഠിച്ചു. പക്ഷേ എല്ലാ ദൈവങ്ങളും ആകാശത്തുനിന്ന് ഇറങ്ങി വരിക. ആകാശത്താണ്, സ്വർഗത്തിലാണ്, അല്ലേ? ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ക്രിസ്ത്യാനികൾ പറയും, നമ്മളോ സ്വർഗത്തിൽ, അല്ലേ? സ്വർഗം. എന്നാൽ മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ട ദൈവങ്ങൾ നമ്മുടെ ഈ കേരളത്തിലും മലബാറിലും മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടു. പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി. അല്ലേ? പന്തളത്തെ രാജാവ് എടുത്തു വളർത്തി അനാഥബാലനല്ലേ? കുളത്തൂ പുഴയിലെ ബാലകനേ, അച്ഛൻ കോവിലാണ്ടവനേ, ആര്യൻ കാവിൽ അയ്യനേ, അനാഥ ബാലകനേ സ്വാമി. കേട്ടില്ലേ? ആ പയ്യനാണ് അയ്യപ്പനായി ഉയർത്തപ്പെട്ടത്. മനുഷ്യൻ ദൈവമായതാണ്. അട്ടപ്പാടിയിൽ കുന്നിന്റെ മേലെ കയറി നിന്ന് നോക്കിയാൽ കോയമ്പത്തൂർ പട്ടണം കാണാൻ കിഴക്കോട്ട് നോക്കിയാൽ. പക്ഷെ ഒരു ഭാഗം കാണൂല. അതിന്റെ നടുക്കൊരു മലയുണ്ട്. ആ മലയുടെ പേര് മരുതുമലയാണ്. ആ മരുതുമലയിൽ ഒരു കോണ കൊടുത്ത് നടക്കുന്ന ഒരു പാവം പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് മുരുകൻ എന്നായിരുന്നു. ആ മുരുകനാണ് പഴനി അണ്ടവനായി ഉയർത്തപ്പെട്ടത്. കീരവാണിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? മരുതുമലൈ വാണവനേ മുരുകയ്യ. കേട്ടിട്ടില്ല? ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്തിനടുത്ത് എരുവേശി എന്ന് പറയുന്നൊരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്തൊരു നാടുവാഴി ഉണ്ടായിരുന്നു, അയ്യങ്കര നാടുവാഴി. അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുട്ടിയമ്മ. അവർക്ക് മക്കളില്ല. ആ മക്കളില്ലാത്ത സങ്കടവും അനുഭവിച്ചു നിൽക്കുമ്പോ എരുവേശിപ്പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ തൊട്ടിലൂടെ ഒരു കുട്ടി ഒഴുകി വരുന്നു. ആ കുട്ടിയുടെ നെറ്റി ഒരു കല്ലിൽ പോയി തട്ടി നിന്നു. ആ കല്ലിന് ഇപ്പോഴും അറിയപ്പെടുന്നത് തിരുനെറ്റിക്കല്ല് എന്നാണ്. ആ കുട്ടിയെടുത്ത് മാറോട് ചേർത്ത് പുണർന്ന് വളർത്തി. ആ കുട്ടിയാണ് പറശ്ശിക്കടവ് മുത്തപ്പനായത്. കരുവന്നൂർ വീരനാവട്ടെ, മുച്ചിലോട്ട് ഭഗവതിയാവട്ടെ, കുളിയൻ എന്ന പയ്യൻ ഗുളികനായി. ചാത്തൻ എന്ന പയ്യൻ, ചാത്തന്റെ കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര നോവലിനേക്കാൾ ഭയങ്കര ചാത്തന്റെ കഥ വായിച്ചിട്ടുണ്ടോ? ആ ചാത്തൻ എന്ന പയ്യൻ, അവൻ കുട്ടിച്ചാത്തൻ, കുട്ടിച്ചാത്തപ്പനായി. അല്ലേ? നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ കടത്തനാട്ടിലെ വീരനായിരിക്കുന്ന തച്ചോളി ഒതേനൻ, എന്റെ നാട്ടിൽ മാനന്തേരി, പട്ടിലേരി, മടപ്പുരക്ക തെയ്യ, ഒതേനൻ തെയ്യ. മനസ്സിലായോ? മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടതാണ്. ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ തെയ്യങ്ങൾ. ഇവിടെ തെയ്യം, ഞാൻ വരുമ്പോ തെയ്യം കണ്ടു. തെയ്യങ്ങളെ നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടോ? നേർച്ച കൊടുക്കുന്ന ദൈവം മാത്രമായി കാണരുത്. കലയും പ്രകൃതിയും മനുഷ്യനും ചേരുന്ന, കലയും പ്രകൃതിയും ദൈവവും മനുഷ്യനും ചേരുന്ന അത്ഭുത പ്രതിരൂപമാണ് ദൈവം. ജർമ്മനിയിലെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റി ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം എഴുതിയ ഹെഗൽ, അദ്ദേഹം കെ മാരാരുടെ കൂടെ മലബാറിൽ വന്ന് തെയ്യങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എന്റെ പുസ്തകം അപൂർണമായി പോയി. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയിട്ട് ഞാൻ നടത്തിയ പഠനങ്ങളെല്ലാം അപൂർണമാണ് ഈ തെയ്യങ്ങൾ കണ്ടപ്പോ. എന്താ? തെയ്യം കാവുകളിലാണ്, അമ്പല ക്ഷേത്രങ്ങളിലല്ല. തെയ്യം കാവ് എന്ന് പറഞ്ഞാൽ എന്താ? കാവ് എന്ന് പറഞ്ഞാൽ അമ്പലമല്ല.
കാവെന്ന് പറഞ്ഞാൽ ഭയക്കാണ്ടിട്ട കാടാ. എലഞ്ഞിച്ചോട്ടിൽ, ചെമ്പകച്ചോട്ടിൽ, കാഞ്ഞിരച്ചോട്ടിൽ, എടലച്ചോട്ടിലായിരുന്നു ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അവിടെ ദേവസ്ഥാനങ്ങൾ, കാടുകളായിരുന്നു. കാവ് തീണ്ടല്ല മക്കളെ, കുളത്തിലെ വെള്ളം പറ്റുമെന്ന് പറഞ്ഞത്. ആ പ്രകൃതിയും മനുഷ്യനും ദൈവവും പ്രളയജലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന 3 പ്രതിരൂപങ്ങളാണ്. അതിനെ ഒന്നിച്ച് കാണുന്നതാണ് ഈ കാവ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ചിരപുരാതന ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് മണ്ണിനെയാണ്, ഭൂമിയെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ രാവിലെ എഴുന്നേറ്റ് നിലത്ത് ചവിട്ടുന്നതിന് മുമ്പ് സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നിലത്ത് കാലുകുത്തൂ. എന്റെ കാഴ്ച വിട്ട് പൊറുക്കണേ. ആ അമ്മയാണ് കുരു. കുരു എന്ന് പറഞ്ഞാൽ ഗോളമാണ്. ഗോളം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഉരുണ്ട് കിടക്കുന്ന ഗോളം. ഈ പ്രപഞ്ചത്തിന്റെ തനതുഭാവം ഗോളമാണ്. എല്ലാം ഗോളമാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഗോളമാണ്. അത് തനതുഭാവാണ്. ഇതാരാ ഉരുട്ടിവിട്ട്? ആര് ഉരുട്ടണ്ട, അങ്ങനെ നിൽക്കൂ പ്രകൃതി. നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, ആ വെള്ളം ആകാശത്തേക്ക് ഒഴിക്കുക, ആ ബക്കറ്റിന്റെ ഷേപ്പിൽ വെള്ളം നിൽക്കുവോ? ഇല്ല. എല്ലാം ഗോളമായിട്ട് മാറുന്ന കാണാം. ആരാ ഇത് ഉരുട്ടിവിടുന്ന? ആരും ഉരുട്ടണ്ട, തനിയെ ഉരുണ്ടോളും. അതാണ് ഉണ്മ. ഗോളാകൃതിയാണ്. ഈ ഗോളത്തിന്റെ പച്ച മലയാളാണ് കുരു. ഈ പ്രപഞ്ചത്തിലെല്ലാം കുരുക്കളാണ്. നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഭൂമിയും ഗ്രഹങ്ങളും എല്ലാം കുരുക്കളാണ്. അതിൽ ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ഏത് കുരു അത്? ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ഈ നിത്യഹരിദയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? സ്വർണമരാളങ്ങളുണ്ടോ? ഈ ഭൂമിയിലെ ദൈവവുമുള്ളൂ. ഈ ഭൂമിക്ക് പുറത്ത് ഇതുവരെ ഒരു അമ്പലം ഉണ്ടായിട്ടില്ല, ഒരു പള്ളി ഉണ്ടായിട്ടില്ല. ഇവിടെ മനുഷ്യരുണ്ടായതിനു ശേഷമേ ദൈവപ്രാർത്ഥന തുടങ്ങിയിട്ടുള്ളൂ. എല്ലാറ്റിനും പേരിട്ടത് മനുഷ്യനാണ്. ഈ ഭൂമി ശ്രീയുള്ള കുരുവാൻ. അതാണ് നമ്മുടെ അമ്പ. അമ്പ എന്ന് പറഞ്ഞ അമ്മ. അപ്പൊ ശ്രീ കുരു അമ്പ, അതാ ശ്രീ കുരുരമ്പ, അതാ ശ്രീ കൂർമ്പ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ. കേട്ടില്ലേ? ഈ ഭൂമിയാണ് ദൈവം. ഇവിടെ കുരു. എന്താ ഇവിടുത്തെ തെയ്യത്തിന്റെ പേര്? കുരു. കരിമകനുണ്ട് അല്ലെ? അമ്മ ദൈവമുണ്ട്. അറയിൽ ഭഗവതി. അറയിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുമ്പോ ലേസും ഐസും വാങ്ങിയിട്ട്, ബിങ്കോ വാങ്ങിയിട്ട്, അതിന്റെ പാക്കറ്റ് ഈ മണ്ണിലെറിഞ്ഞിട്ട് പോയവന് നിങ്ങൾ 1000 ഉറുപ്പ്യ നേർച്ച കൊടുത്താലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും കിട്ടൂല എന്ന് കട്ടായമായി ഞാൻ പറയാം. കട്ടായമായി പറയാം. നമ്മുടെ കുട്ടികളെല്ലാം ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ പ്രതിജ്ഞയെടുക്കും. എന്നിട്ട് ഒരു പുഴ വരുമ്പോ, പുഴയിൽ പുതുമഴ വരുമ്പോ ആ പുഴയിലെല്ലാം കുപ്പി ഒഴുകുന്നു, പ്ലാസ്റ്റിക് സഞ്ചി ഒഴുകുന്നു. എന്ത് വിവരമാണ് നമുക്ക് ഈ പ്രകൃതിയോട് കാണിക്കുന്ന ഭീകരമായ ഉപദ്രവത്തിന്റെ ഗുണം കിട്ടിയില്ലേ? എത്രയാ മരിച്ചത്? 20,000 കോടി ഡോളറിന്റെ നഷ്ടമാണ് ലോസ് ആഞ്ചലസിൽ ഉണ്ടായത്. ഇത്ര കാലം ഉണ്ടാക്കിയ വലിയ സിനിമകളിൽ അഭിനയിച്ചിട്ടും ഉണ്ടാക്കിയത് മുഴുവൻ തീർന്നുപോയി. കംപ്ലീറ്റ് കത്തി നശിച്ചു. തീക്കുണ്ടോ? മമ്മൂട്ടിന്റെ വീടാ, മോഹൻലാലിന്റെ വീടാ? കംപ്ലീറ്റ് കത്തി. എങ്ങനെയാ കത്തിയ? പ്രകൃതിയുടെ ദൈവത്തിന്റെ കോപമല്ല, മനുഷ്യനുണ്ടാക്കിയ പ്രജ്ഞാപരാധം. ഈ പ്രകൃതിയാണ് ദൈവം. രണ്ടാമത്തെ ദൈവം എന്താണ്? രണ്ടാമത്തെ ദൈവം സൂര്യനാണ്. ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചാര്യ? വിഷ്ണുവിനെയും ശിവനെയും ഒന്നുമല്ല. വേദങ്ങളുടെ മൂലമന്ത്രം എന്താ? വേദങ്ങളുടെ മൂലമന്ത്രം സൂര്യഗായത്രിയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ആ മന്ത്രം ജപിക്കുന്ന അല്ലേ, ആ സൂര്യനെ ഒന്ന് നോക്കുന്ന ആരെയുണ്ടോ? വാതില് പൂട്ടി ആത്തിരിക്കലല്ലേ? ആത്തിരിക്കൂ. നമ്മളെ ആളുകൾ തൊഴുന്ന ബിംബം ഏതാണെന്നറിയോ? മിക്ക വീട്ടിലും പൂജാമുറിയിലെ വിഗ്രഹത്തെയല്ല തൊഴുന്നത്, ഒരു ബിംബപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എല്ലാ വീട്ടിലും.
ആ ബിംബത്തെയാ തൊഴുന്നത്. രാവിലെ എണീറ്റ നേരെ അത് തുറക്കും, ആ ബിംബത്തിന്റെ മുന്നിൽ കുനിഞ്ഞങ്ങിരിക്കും. യൂറോപ്യൻ ക്ലോസറ്റിനെയാ ഇപ്പൊ തൊഴുന്ന എല്ലാരും. രാവിലെ ഫസ്റ്റ് പണ്ടത്തെ ആള് രാവിലെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങും. എന്നിട്ട് പ്രകാശത്തെ, പ്രഭാതത്തെ, പ്രകൃതിയെ കാണും. 3 പ്രാക്കളെ കാണും. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാര ശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. അയ്യപ്പ പണിക്കരുടെ കവിത ചൊല്ലാറുണ്ടോ? ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. സൂര്യനെ സ്തുതിച്ചൊരു പാട്ടുപാടാറുണ്ടോ? സൂര്യനെ പ്രാർത്ഥിച്ച ഒരു ദൈവമുണ്ട്, നമുക്കറിയാവോ? എല്ലാവരും രാമ രാമ പാഹിമാമെന്ന് പറയും. പക്ഷെ രാമൻ പ്രാർത്ഥിച്ചത് ആരെയാ? രാമൻ പ്രാർത്ഥിച്ചത് 3 ദൈവങ്ങളെയാണ്. കാട്ടിലേക്ക് വനയാത്രക്ക് പോകുമ്പോ, ശൃംഗിവേര രാജ്യത്തേക്ക് കടക്കുമ്പോ ആദ്യം പ്രാർത്ഥിച്ചത് ഗംഗാനദിയാണ്. രണ്ടാമത് പ്രാർത്ഥിച്ചത് ലങ്കയിലേക്ക് കടക്കുമ്പോ സമുദ്രദേവനെയാണ്, വരുണദേവനെയാണ്. അവിടെ രാമൻ പ്രാർത്ഥിച്ച സ്ഥലമാണിപ്പോ രാമേശ്വരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? അടുത്ത 3ാമത് പ്രാർത്ഥിച്ചത് രാമരാവണ യുദ്ധം നടക്കുമ്പോ ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട് രാവണനെ കൊല്ലാൻ പറ്റാതെ തളർന്നിരിക്കുന്ന രാമന്റെ അടുത്ത് അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട്, രാമ നീ പ്രാർത്ഥിക്കെന്ന് പറയുന്നു. ആരെ? വിഷ്ണുവിനെയും ശിവനെയുമല്ല, ദുർഗയെയും സരസ്വതിയെയും ഗണപതിയുമല്ല, ആദിത്യ ഹൃദയം ചൊല്ലാനാ അഗസ്ത്യമുനി പറയുന്നത്. നിങ്ങൾ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ അഗസ്ത്യാഗമനവും ആദിത്യ സ്തുതിയും എന്ന ഭാഗം വായിക്കൂ. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷിണതേ നമ, ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് പറഞ്ഞിട്ട് സൂര്യനെ പ്രാർത്ഥിച്ചിട്ടേ രാവണനെ കൊല്ലാൻ കഴിയുന്നുള്ളൂ അദ്ദേഹത്തിന്. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ സൂര്യനെ മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ, പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താന്റെ അർത്ഥം? ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. അതാണ് ആദ്യം വേണ്ടത്. ഈ ഉള്ളിൽ വെളിച്ചമുണ്ടാക്കുക. താൻ ആരാണെന്ന ചിന്ത, താൻ എവിടുന്ന വന്ന്, താൻ എങ്ങോട്ടാ പോകുന്നത്. ഈ 3 അറിവാണ് മൃഗത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റിയത്. പക്ഷിമൃഗാദികൾക്ക് ചരിത്രമില്ല. ഇവിടെ സാമൂതിരി ഭരിച്ചോ വള്ളുവ കോനാതിരി ഭരിച്ചോ എന്ന് ഏതും പശുവിനും പട്ടിക്കും പൂച്ചക്കും അറിയാവോ? അവർക്ക് എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയില്ല. അവർക്ക് അതുകൊണ്ട് എവിടേക്കോ പോന്നു ഞാൻ എന്നും അറിയില്ല. അവർക്ക് ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരമേ, ദർശനങ്ങളാകുന്ന വിളക്കുമരമേ, വെളിച്ചമുണ്ടോ? ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് മനുഷ്യനുണ്ടാവുന്നത്. അതാണ് ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചത്, ഞാൻ എവിടുന്നാ വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? അതിന് മറുപടിയായി ഉദ്ദാലകാരുണി പറഞ്ഞു, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏതു പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം പലയിടങ്ങളിൽ തട്ടിത്തടഞ്ഞ് എല്ലാം പരസ്പര പൂരിതവും പരസ്പര ബന്ധിതവുമായ ഒന്നാണെന്ന്. ഞാൻ തന്നെയാണ് നീയും, നീ തന്നെയാണ് ഞാനും. എന്ത് തോന്നിയാസിയായാലും വെള്ളടിച്ച് തെരഞ്ഞാലും അവന്റെ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. അതുകൊണ്ടാണ് ഒരു പിറ്റേ ദിവസം രാവിലെ ഒരു കറുത്തോ എടുത്ത് ഒരു മാലയും കേൾത്തിട്ടാൽ പിന്നെ ആരായി അവൻ? സ്വാമിയായി, അയ്യപ്പനായി അവൻ.
അയ്യപ്പൻ വേറെയും ഇവൻ വേറെയല്ല. അവിടെ ഇരിക്കുന്ന അയ്യപ്പനും ഇവിടെ ഇരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെ, ഒന്ന് തന്നെ, രണ്ടല്ല. രണ്ട് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ദ്വൈതം എന്ന് പറയും. രണ്ടല്ല എന്നതിനോ അദ്വൈതം എന്ന് പറയും. അദ്വൈതം എന്ന് പറയും. അപ്പൊ മുസ്ലിം വേറെ, ക്രിസ്ത്യാനി വേറെ, ഹിന്ദു വേറെ ഉണ്ട്. ഇവരെല്ലാം ഉണ്ടാക്കിയ പല സ്ഥലത്തുനിന്ന് പല മൂലക്കിരുന്നിട്ട് ദൈവ പല മൂലക്കുന്ന് പല കാലത്തുണ്ടാക്കുമ്പോ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയില്ലപ്പാ രൂപം. എല്ലാത്തിനും രണ്ട് കണ്ണല്ലേ? മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും രണ്ട് കണ്ണല്ലേ? എല്ലാത്തിനും മൂക്കിന്റെ രണ്ടോട്ടയല്ലേ? എല്ലാത്തിനും ചോരക്ക് നിറം ചോപ്പല്ലേ? അറബിയിലും 10ാമത്തെ പൂജ്യോടുന്ന്, മലയാളത്തിലും 10ാമത്തെ പൂജ്യോടുന്ന്, അടുത്ത പൂജ്യോടുന്ന് ഗുണിക്കണം 10 അല്ലേ? 1 10 100 എന്നല്ലേ? ഇംഗ്ലീഷിൽ 1 10 100 10ന്റെ ഗുണിതല്ലേ? ഹിന്ദിയിൽ 10ന്റെ ഗുണിതല്ലേ? 1 10 100 1000. സംസ്കൃതത്തിൽ 10ന്റെ ഗുണിതല്ലേ? 1 ദശം ശതം സഹസ്രം 10 അല്ലേ? എല്ലാം 10. 10 കൂട്ടി വെക്കുന്നതിനെ സമ്പത്ത് എന്ന് പറയാ. സമ്പത്ത് 10 കൂട്ടി വെച്ച സമ്പത്ത്. 10 കൂട്ടി വെക്കാൻ ഒരു പെട്ടി ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടില്. പഴയ തറവാട്ടിൽ ചെന്ന് നോക്ക്. 10,000 എല്ലാം 10. ഈ ഭൂമിയിലുള്ള പല ദൈവങ്ങൾക്ക് പല പേരുണ്ട്, പല ഭാഷകളുണ്ട്. പക്ഷെ കണക്കല്ല കണക്കല്ലേ. എന്താ കണക്ക് എന്ന വാക്ക് വന്ന അങ്ങനെയാ? നമുക്ക് 2 കണ്ണ്, ഓനും 2 കണ്ണ്, കണക്കാ. അതാ കണക്ക്. കണക്കല്ല കണക്കാ. എങ്ങനെ വന്നു? എല്ലാ മനുഷ്യരും എണ്ണം പഠിച്ചത് സ്വന്തം വിരലും എണ്ണീറ്റ. എല്ലാവർക്കും 10 വിരല. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും 10 വിരല അല്ലേ? വ്യത്യാസമുണ്ടോ? ഇത് യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് ഇതേ അതിന്റെ സോഫ്റ്റ്വെയർ മോഡല് ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് ബ്രഹ്മാവ് ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാ. ബ്രഹ്മാവ് അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത കണ്ടിട്ട് അപ്പാട് കർത്താവ് അത് അടിച്ചെടുത്തിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി. എന്നിട്ട് അത് മെസ്സഞ്ചറിൽ അള്ളാഹുവിന് അയച്ചു കൊടുത്തു. അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരും പറയോ? ഭാരത തത്വശാസ്ത്രം ലോകത്തോട് പറയുന്നത് നത്തിങ് എക്സ്ക്ലൂഡ്സ് എവരിതിങ് ഇൻക്ലൂഡ്സ്. ഇതെന്റെ വാക്കല്ല. വിവേകാനന്ദൻ ഭാരതത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന്റെ നായകനായിരിക്കുന്ന വിവേകാനന്ദൻ, അദ്ദേഹം ചിക്കാഗോയിൽ പോയിട്ട് പ്രസംഗിച്ചു. അതുവരെ വിദേശികൾക്ക് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ കുറെ കൂടോത്രത്തിന്റെയും നരബലിയുടെയും ഹോമങ്ങളുടെയും മതമാണെന്ന. ഇവിടെ ഒരു ദർശനമുള്ളവരറിയില്ല. അവർക്ക് അദ്വൈതം അറിയില്ല, തത്വമസി അറിയില്ല, ഈശാവാസ്യോപനിഷത്ത് അറിയില്ല, തൈത്തരീയ ഉപനിഷത്ത് അറിയില്ല. അതെല്ലാം വിവേകാനന്ദൻ അവിടെ പോയി പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് ഹിന്ദു ബിക്കോസ് ഞാൻ ഹിന്ദു എന്ന നിലയിൽ അഭിമാനിക്കുന്നു. കാരണം ഹിന്ദു ഈസ് നത്തിങ് എക്സ്ക്ലൂഡ്സ് എവരിതിങ് ഇൻക്ലൂഡ്സ്. ഒന്നിനെയും നിഷേധിക്കുന്നില്ല, എല്ലാറ്റിനെയും സ്വീകരിക്കും, എല്ലാറ്റിനെയും ഉൾക്കൊള്ളും. സഹിഷ്ണുതയുടെ, സഹനത്തിന്റെ, അഹിംസോ പരമോ ധർമ്മ എന്ന മതം. എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യം ഇങ്ങനെ പുറകോട്ട് പോയി? നിങ്ങൾ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ഈ ചിക്കാഗോയില വിവേകാനന്ദൻ പോയി പ്രസംഗിച്ച ആ നാടില്ലേ അമേരിക്ക, ആ അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നളന്തയും തക്ഷശിലയും ഉണ്ടായിരുന്നു. അറിയണം, നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് മെൻഡലിയഫിന്റെ പട്ടിക 104 മൂലകങ്ങളും അതിന്റെ രാസവസ്തുക്കളുടെ സ്വഭാവവും കൃത്യമായി നിർവചിച്ചപ്പോഴാണ് ഇംഗ്ലീഷ് മരുന്ന് ടെസ്റ്റ് ട്യൂബും ലാബിലും പരീക്ഷണം നടത്തി ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരത്തിന്റെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കുന്ന വാദത്തിനോ പിത്തത്തിനും കഫത്തിനും പറ്റിയ ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഖ്യവും ഗുളികയും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനി എന്തൊരു ബുദ്ധിമാന്മാരായിരുന്നു മക്കളെ. ആലോചിച്ച് നോക്കൂ. അതൊക്കെ പോട്ടെ, നമ്മുടെ മഹാഭാരതം എന്ന കൃതിയെടുത്ത് നോക്കൂ. 1,64,000 ശ്ലോകം ഉണ്ടായിരുന്നു. അതിൽ 27,000 കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ എല്ലാം പേര് ഇന്നത്തെ കുട്ടിയൊക്കെ പേരിടും പോലെ ബായിക്ക് തോന്നിയ കോതക്ക് പാട്ട് ഉണ്ടാക്കിയ പേരല്ല. ഒരു പേര് പോലും മഹാഭാരതത്തിലും രാമായണത്തിലും അർത്ഥമില്ലാതെയില്ല. ശ്രീകൃഷ്ണനെ വളർത്തിയ ഒരു സ്ത്രീയുണ്ട്.
ആ സ്ത്രീക്ക് എങ്ങനെയാ പേര് വന്നറിയോ? അമ്മമാരറിയണം. ശ്രീകൃഷ്ണൻ ഓടക്കുഴലും എടുത്തിട്ട് യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ കുകൂല നായകൻ നീളം കലർന്നങ്ങു പാടുന്നേരം പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തി. ആ സ്ത്രീ ചോദിച്ചു, എന്താ കണ്ണാ നിർത്തിയേ? അപ്പൊ ഇവൻ ചോദിച്ചു, ഈ യമുനയുടെ ഓളങ്ങൾ എന്താ കരയിലേക്ക് വരുന്നു, തിരിച്ചു പോവാത്തതെന്ന്. എല്ലാം കരയിലേക്ക് വരുന്നു, ഒന്ന് തിരിച്ചു പോകുന്ന കാണുന്നില്ല. എന്താ നിങ്ങളോടാ ചോദിച്ച, ഇനി എന്ത് പൊട്ടൻ ചോദ്യമാണാ ചോദിക്കുന്നത്? എനിക്ക് വേറെ പഠിക്കാനില്ലേ എന്ന് പറയും അല്ലേ? എന്നാൽ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു, അതെന്താന്നറിയോ കണ്ണാ, നിന്റെ ഓടക്കുഴലിന്റെ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാഞ്ഞിട്ടാണടാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരും നൊരീണത്തിൽ പുളകിതയാമോരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത ആ സ്ത്രീയാണ് കണ്ണന്റെ യശസ്സു ദാനം ചെയ്തവൾ. വരം കൊടുത്തവൾ വരദ, യശസ്സു കൊടുത്തവൾ യശോദ. മനസ്സിലായോ? യശോദക്ക് എങ്ങനെയാ യശോദ എന്ന് പേര് വന്നത്? അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ യശോദമാരാണോ? അലക്കക്കാരോ ബന്ധുക്കളോ നാട്ടുകാരോ? എങ്ങനെയുണ്ട് മോൻ പഠിക്കുക? എന്ത് പഠിപ്പ്? മൊബൈൽ നോക്കിയിരിക്കുക എന്നല്ലാണ്ട്. മക്കളെ ചീത്ത പറയുന്ന കുറ്റ പറയുന്ന പൂതനമാരാ നമ്മുടെ നാട്ടിൽ കൂടുതൽ. നാട്ടുകാരെ മുമ്പിൽ മക്കളെ അപമാനിക്കാൻ എന്തൊരാനന്ദമാണ് നിങ്ങൾ കയ്യിൽ കിട്ടുന്നത്. സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ അവഹേളിക്കുക. രാവിലെ തന്നെ മക്കളെ വിളിക്കുന്ന ഒച്ച തന്നെ എന്താ? കാട്ടാളത്വ. കുട്ടികൾ ഇല്ലു മീനാട്ടി എന്ന് പറഞ്ഞ് തുള്ളിയന് കുറ്റൊന്നും പറയണ്ട. നിങ്ങൾ നിഷാദമാ വിളിക്കുന്നത്. നിഷാദനാരാ? കാട്ടാളൻ. സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായിയ നിഷാദം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. ശിവന്റെ 5 തലകളിൽ നിന്നും ഉയർന്നതാണ് 7 സ്വരങ്ങൾ. അതിൽ നിഷാദം. നിങ്ങൾ രാവിലെ നിഷാദത്തിൽ വിളിച്ച കുട്ടീന്റെ സ്വഭാവം നിഷാദൻ, കാട്ടാളന്റെ ആവും. എങ്ങനെയാ വിളിക്കുക? സ്കൂൾ ബസ് വരേണ്ട സമയമായി, അടുപ്പത്തൊന്നും ആയിട്ടില്ല, ചെക്കനാണ്, എണീറ്റിട്ടില്ല, നിഷാദല്ലേ? കാട്ടാളനെ ആയിട്ടാ അവനെ ഉണർത്തുന്നത്. ഒരു കൈ മേലെ വെച്ചിട്ട് മോനെ എന്ന് വിളിക്കുവോ? മക്കളുടെ യശസ് കൊടുക്കുവോ? ഞാൻ പറഞ്ഞു വന്ന ഒരു പേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ്. ഇത്തരത്തിൽ 10-20,000 പേരുകൾ മഹാഭാരതത്തിലുണ്ട്. ഒരു പേര് പോലും അർത്ഥമില്ലാത്തതല്ല. ആ പേര് മുഴുവൻ ഒരാളെ തലയെ തോന്നിയ ചെറിയ ബുദ്ധിയാ. അങ്ങനത്തെ 18 പുരാണേതി ചെറിയ ബുദ്ധിയാ. അതൊക്കെ പോട്ടെ, നമ്മളെ സ്കാനിങ് വിഷയം വന്നല്ലോ. സ്കാനിങ് വിഷയം വന്നപ്പോ ഗർഭിണികളെ മുഴുവൻ സ്കാനിങ്. ഈ കുട്ടീന്റെ കയ്യും കാലും എപ്പോഴാണ് പെണ്ണെപ്പാ വെറുതിരിക, എപ്പോഴാ കണ്ണും മൂക്കും നാക്കും ഉണ്ടാവുക, എപ്പോഴാണ് നഖം വളരുക, എപ്പാ മുടി വളരുക എന്ന് ഇപ്പൊ കൃത്യമായി നമുക്ക് കണക്ക് കിട്ടും. എന്നാൽ ഈ സ്കാനിങ് വിഷയം കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണത്തിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് സമ്പാദിവാക്യം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ആ അധ്യായം ഒന്ന് മറച്ചു വെക്കുക. അതിൽ ഇങ്ങനെ പറയുന്നോ, കുട്ടി എത്രാമത്തെ ദിവസം കയ്യും കാലും, എപ്പോഴാണ് പെണ്ണ് വെറുതിരിയ, എപ്പോഴാ കണ്ണും മൂക്കുണ്ടാകുക, എപ്പോഴാ തൊക്ക്, എപ്പോഴാണ് നഖം, എപ്പോഴാ മുടി. ഇതെങ്ങനെ സാധിച്ച്? തലയിട്ട് നോക്കി കണ്ടുപിടിച്ച? ആലോചിച്ച് നോക്കട്ടെ, എന്തൊരു ബുദ്ധിയാണത്. ഇത്രയും ബുദ്ധിമാന്മാരാണ് നമ്മൾ. ഇത് നമ്മൾ പറയുന്നതല്ല. വിദേശത്തൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്കു നിന്നുദിക്കുന്നു. അവർ പടിഞ്ഞാറാ, അപ്പൊ കിഴക്ക് നമ്മളാണ് വിവേകശാലികൾ. എന്നിട്ട് ഇവിടെ ഈ അമ്പലത്തിന്റെ ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം ഇന്ത്യ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ. ഇത്രയും ബുദ്ധിമാന്മാരല്ലേ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ കെട്ടിയ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എന്റെ കീശ കുത്തിയ പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഇതിന്റെ ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ LED ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. എന്തേ? ഗൗരവതരമായി നമ്മൾ ഇവിടുന്ന് ചിന്തിക്കണം. ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം പുറകോട്ട് പോയി എന്ന് മനസ്സിലായോ? എക്സ്പ്ലോറിംഗ് ദി മൈൻഡ്. ചോദ്യങ്ങൾ ചോദിച്ച് പുതിയ അന്വേഷിക്കാൻ
ധിയോ യോ ന പ്രചോദയാത്. ആന്തരികമായ പ്രകാശം വളർത്തൂ, ബുദ്ധി വളർത്തൂ. നമ്മളെ കുട്ടികളെല്ലാം A+ വാങ്ങുന്നു, ജോലി കിട്ടുന്നു, പിന്നെ ഒരു കിതാബ് വായിക്കില്ല, ഒരു പുസ്തകം വായിക്കില്ല. ഞാനിപ്പോ കഴിഞ്ഞ മാസം കുവൈറ്റിൽ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയി. ശ്രീനാരായണ ദർശനങ്ങളെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ പോയി. അവിടെ പോയപ്പോ അവിടുത്തെ അറബികൾക്കെല്ലാം ഞാൻ കൗതുകമായിരുന്നു. എന്റെ പ്രസംഗം കേട്ടിട്ടല്ല അവർക്ക് കിടന്ന് മലയാളം അറിയാം ഒന്നുമല്ല. അതിന് കാരണം ഞാൻ ആടെ മുണ്ടെടുത്തിട്ടാണ് നടന്നത്. അടുത്ത മലയാളികളെല്ലാം വീട്ടിന്റെ അകത്തുനിന്ന് മുണ്ടെടുക്കും, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ പാൻറ് കൊടുക്കും. അവര് റോഡ് മേലെ മുണ്ടെടുത്തിട്ട് ഒരാൾ നടക്കുന്ന കണ്ടിട്ട് അവരിങ്ങനെ നോക്കി. അവര് പലരും വന്ന് സെൽഫി എടുത്ത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുണ്ട് ഉടുക്കുന്നതല്ല കേട്ടോ. ഞാൻ അടുത്ത കുളത്ത് കുളിക്കാൻ നോക്കുമ്പോൾ മുണ്ട് മാറ്റുന്നതാണ്. മുണ്ട് മാറ്റുമ്പോ ഇവരിങ്ങനെ സൂക്ഷിച്ചു നോക്കുക. എന്താണെന്നറിയോ, അവർക്ക് മാറ്റണമെങ്കിൽ ഒന്ന് അയച്ചിട്ടിട്ടേ വേറെ ഉടുക്കാനറിയും. മലയാളിക്ക് മാത്രം അറിയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് നടത്തും എന്ന് പറഞ്ഞാൽ തോർത്ത് ചുറ്റിയാടെ പിടിച്ചിട്ട് മുണ്ട് ചൊട്ടി വലിക്കുന്ന സൂത്രമില്ലേ, അത് അവർക്കറിയില്ല. അവിടെ പല രാജ്യക്കാർ ഒരുമിച്ച് ചേർന്നപ്പോ ഒരു കാനഡക്കാരൻ ഞാൻ പരിചയം. കാനഡക്കാരനോട് ഞാൻ ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഓ ദി ലാൻഡ് ഓഫ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന് പറഞ്ഞ അയാൾക്ക് ജീവനാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഫ്രം വെയർ? ഞാൻ പറഞ്ഞു ഐ എം ഫ്രം കേരള. ഓ കേരള, ദി ലാൻഡ് ഓഫ് കഥകളി. എന്നെ കെട്ടിപ്പിടിച്ചു അയാൾ, കഥകളിയുടെ നാട്ടുകാരൻ. കഥകളി കാണാൻ വേണ്ടി 2 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് എല്ലാ കൊല്ലവും കോട്ടക്കല് കഥകളി മേളയിൽ വരും. മേളക്ക് കാണാൻ വരിക, കഥകളി കാണാൻ. നമ്മളെ നാട്ടിൽ ഫ്രീ ആയിട്ട് വെച്ചാ പിള്ളേർ കാണാൻ പോവോ? അങ്ങന്നുണ്ടാ മൊബൈൽ മാത്രം. ഇത് കണ്ടിരിക്കുവോ? പറ്റിയ നമുക്ക്. മൂന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ വായനക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ച മനുഷ്യന്മാരല്ലേ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതപ്പാ പിന്നെ ഓർമ്മിച്ചോ. ഞാൻ പറഞ്ഞു, എന്ത് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നില്ലേ? നമ്മളെ കാര്യം നമ്മക്കറിയാലോ. കർക്കടകം 31-ാം തീയതി ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്ത മഹാമാരാ നമ്മള്. വായിക്കാത്ത എല്ലാവരും അല്ല, ചില ആള് വായിക്കും, പക്ഷെ മഹാഭൂരിപക്ഷവും വായിക്കുന്നില്ല. നമ്മൾ പ്ലസ് ആവുന്നില്ല. നമ്മൾ പുതിയ പുതിയ ധിയോ യോന പ്രചോദയാ ജ്ഞാനമാണ്, ജ്ഞാനകാണ്ഡമാണ്, സച്ചിദാനന്ദമാണ്. ജ്ഞാനത്തിൽ നിന്നാണ് എല്ലാ ദൈവങ്ങളും ഉണ്ടായത്. ജ്ഞാനമാർഗമാണ് ദൈവമാർഗം. കാരണം രാമനെ നമ്മൾ അറിഞ്ഞത് രാമായണത്തിലാണ്, കൃഷ്ണനെ അറിഞ്ഞത് ഭാഗവതത്തിലാണ്. ഈ ജ്ഞാനമാർഗം ഉപേക്ഷിച്ചു കളഞ്ഞു. നമ്മള് ജോലി കിട്ടാൻ ഭക്ഷണമാർഗമാണ് അറിവെന്ന് വിചാരിച്ചു. അല്ല, ആനന്ദമാർഗം ജ്ഞാനമാർഗമാണ്. നീ സത്യം ജ്ഞാനം ആനന്ദം. ഗുരുവിന്റെ ദൈവദശകത്തിൽ പറയുന്നില്ലേ, ആത്മോപദേശ ശതകത്ത് പറയുന്നില്ലേ, നീ സത്യം ജ്ഞാനം ആനന്ദം. സത്യം അന്വേഷിച്ച് ജ്ഞാനം കണ്ടെത്തുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ഈ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മുടെ കുട്ടികൾ ശരീരത്തിൽ ആനന്ദം, പുതിയ പുതിയ ഇറച്ചി, പുതിയ പുതിയ കറി, പുതിയ പുതിയ മീന്, അത് കിട്ടും തിന്നുമ്പോൾ ആനന്ദം. അപ്പൊ അവസാനം അവന്റെ ശരീരത്തിലെ ആനന്ദം ഇതിനെ കൊണ്ടൊന്നും തികക്കാൻ പറ്റൂല. പുതിയ പുതിയ ആനന്ദം തേടി പുതിയ പുതിയ തട്ടുകടകൾ, പുതിയ പുതിയ ഹോട്ടലുകൾ തേടി പോകുന്നു. എന്നിട്ടും ആനന്ദം തികയുന്നില്ല. അപ്പോഴാണ് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കണക്കിലൊരു ചോദ്യമായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്തൻ കോപ്പി അടിച്ചിട്ട് പിടിച്ച്. അപ്പൊ മാഷോട് ഓൻ പറഞ്ഞ്, ഇതാ ഏറ്റവും എളുപ്പ വഴിയെന്ന്. എന്താ എളുപ്പ വഴിയിൽ? ശരീരത്തെ, പദാർത്ഥമല്ലേ ശരീരം, പദാർത്ഥമായ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എന്താ മാർഗം? പദാർത്ഥം മാത്രം. എന്താ അത്? ഖരം, ദ്രാവകം, ബാധകം. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, ബാധകം പുക, കഞ്ചാവിന്റെ പുക. നമ്മളെ കുട്ടികൾ ഇപ്പോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നതിന്റെ പ്രതികരണ ഇവിടെ ഇരുന്ന ഈ മഹാജനമാണ്. ഒരു കവിത ചൊല്ലൂല, ഒരു കഥ വായിക്കൂല, ഒരു പാട്ടുപാടില്ല, കുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഒരു വായനശാലയിൽ പോവില്ല, ഒരു കഥകളി കാണിക്കാൻ കൊണ്ടുപോയില്ല. ഓട്ടം തുള്ളല് ഇടില്ലേ? ഓട്ടം തുള്ളലിന്റെ മുമ്പിൽ എത്ര ചെറുപ്പക്കാർ വന്നിരിക്കുന്നു നോക്ക്. അവിടെ ഇരിക്കടാ, കാണണമെന്ന് പറയില്ല. എന്നാൽ DJ ഡാൻസ്, ഇല്ലുമിനാട്ടി, തുള്ളും പാടി ഉണ്ടാവും അല്ലേ? അതൊന്നും മോശമൊന്നുമല്ല, പക്ഷെ അത് മതിയോ സംസ്കാരത്തിന്? നമ്മുടെ ശരീരത്തെ ബ്ലോക്ക് ചെയ്ത് മനസ്സിനെ ഉണർത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ ചടങ്ങെന്താ? ആദ്യത്തെ ചടങ്ങ് തേനും വയമ്പും
നാവിലും തിന്നാനുള്ള പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടാകും. തിന്നാനുള്ള പൈസ കൊണ്ട് കൊടുക്കുന്നില്ല, തിന്നാനുള്ള പൈസ കൊണ്ട്. പക്ഷെ അതിനെ ഇംഗ്ലീഷിലാ പറയാ വേണ്ടേ, തിന്നുന്ന എന്താ ഇംഗ്ലീഷ് പറയാ? ഈറ്റിന്റെ പൈസ കൊടുക്കും. ഈറ്റിന്റെ പൈസ എന്ന് പറയും അല്ലേ? ഈറ്റിന്റെ പൈസ വേറെയാണ്, ഞാൻ തമാശ പറഞ്ഞാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മൂന്നാമത്തത് പേര് വിളിക്കുമല്ലോ, പാല് കൊടുക്കുമല്ലോ, നൂലും കെട്ടൂല അരയില്. എന്തിനായി നൂല് കെട്ടുന്ന? ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷണ രത്നങ്ങളോടും ചോദിച്ചു, ഈ നൂല് കെട്ടുന്ന എന്തിനാ? ആരും കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ല. ഞാനൊരു വയോജന സംഗമത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോ റിട്ടയർഡായ ഒരു ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞില്ല, എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറയാമെന്ന്. എന്താ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാ? അമ്മ. പ്രസവിക്കുന്നത് അമ്മ മാത്രല്ലേ? അതെ. മുലയൂട്ടുന്നത് അമ്മ മാത്രം, ബാക്കിയെല്ലാം ചെയ്യുന്ന അമ്മ മാത്രം. പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രം അല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പ്രയാസം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടീനെ 28ാമത്തെ ദിവസം പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. മനസ്സിലായി? ഇതാണ് നൂല് കെട്ടുന്നത്. അങ്ങനെയാണോ? അല്ല. നൂല് കെട്ടുന്നതിന്റെ പിറകിൽ ഒരു തത്വശാസ്ത്രം അറിയാമോ? ഈ നൂലെന്ന് പറയും നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീക. താലി കെട്ടുന്നത് നൂലുമലല്ലേ? മംഗല്യം തന്തുനാനേന കേട്ടില്ലേ? നമ്പൂതിരിമാര് കല്യാണം നടത്തുമ്പോൾ ചൊല്ലുന്ന. പക്ഷെ പുതിയ പാട്ട് ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നത് അങ്ങനെ കല്യാണം കഴിച്ചാ പിന്നെ ജീവിതം തൊലഞ്ഞു പോകുന്ന. മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകും. അതുകൊണ്ട് കല്യാണം, മാല, നിശ്ചയം, പന്തലൊന്നും വേണ്ട. ഒരാണിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട, പെണ്ണിന് ആണെ ഇഷ്ടപ്പെട്ടാൽ ഒരു പരിപാടിയും വേണ്ട. ഒരു ഫ്ലാറ്റ് എടുക്കുക, ഏതെങ്കിലും റൂം എടുക്കുക, എന്നിട്ട് ആടെ കൂടുക. ലിവിങ് ടുഗദർ, അതിന്റെ പാട്ടാത്. ലിവിങ് ടുഗദർ. അതിലുണ്ടാകുന്ന കുട്ടികളോ കുറെ കഴിഞ്ഞിട്ട് രണ്ടാക്കും അടുത്ത രണ്ടും 2 ബൈക്ക് പോവാ. ഇതിലെ കുട്ടികളോന്റെ അച്ഛൻ നോക്കുക. ലിവിങ് ടുഗദറിലെ കുട്ടികൾ അനാഥന്മാരായി നടക്കുന്ന കാഴ്ച വരിക. ഇവിടെ മനുഷ്യന്മാർക്ക്, പക്ഷിമൃഗാദികൾക്ക് അച്ഛൻ, അമ്മ, സഹോദരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ ബന്ധമൊന്നുമില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ വിവാഹമാ. പരിപാവനമാം വിവാഹമേ ശ്രുതി മന്ദാര മനോജ്ഞ പുഷ്പമായി ക്ഷിതിയിൽ കുളിരേകി നിന്ന നിൻ ഗതി കാൺകെ എത്ര യഥപ്പതിച്ചു നീ. ചിന്താവിഷ്ടിയായ സീതയിലൂടെ കുമാരനാശൻ പറയാ, വിവാഹം എന്ന് പറയുന്ന ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാര് മൃഗങ്ങളാവില്ലേ അല്ലേ? അപ്പം തന്തു, താലി, നൂലാൻ, പൂണൂലുണ്ട്, എല്ലാം നൂലാ. നൂലിന്റെ പ്രത്യേകത അത് പിരിച്ചു 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 നീട്ടാം, എത്രയും നീട്ടാം. നമ്മുടെ സംസ്കാരം അതാ. നമ്മൾ ഒറ്റക്ക് പിരിച്ച നൂലല്ല എന്റെ സംസ്കാരം. എന്റെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയാ ഞാൻ പിരിക്കുന്നത്. ഞാൻ പിരിച്ചതിന്റെ ബാക്കിയാ എന്റെ മക്കള് പിരിക്കുക. നൂലെന്ന് പറയുന്നത് ശരീരത്തെ പിടിച്ചു കെട്ടുന്ന, നമ്മുടെ ശാരീരിക ചോദനകളെ നിയന്ത്രിക്കുന്ന സംസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ പരസ്യമായി മൂത്രമൊഴിക്കുമ്പം ഒഴിക്കരുത്, പിടിച്ചു കെട്ടിയില്ലേ? ഇവിടെ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു പശു വന്നാൽ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ കേൾക്കുക, അവിടെ വാലും മൊത്തിച്ച് മൂത്രയിക്കും. കാരണം അതിന്റെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവ. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്. പട്ടിക്ക് ഇണ ചേരണം തോന്നിയാൽ നിശ്ചയം വേണ്ട, കല്യാണം വേണ്ട, പന്തലും വേണ്ട, ഒന്നും വേണ്ട, റോഡും ഇണ ചേരും. കാരണം അതിന്റെ വലുത് ശരീരമാണ്, മനസ്സ് ലഘുവ അല്ലേ? വിസർജിക്കും റോഡിൽ അല്ലേ? കണ്ടത് തിന്നും. കാരണം ശരീരം ഗുരുവായാൽ മൃഗമായി. മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത്? മനസ്സ് ഗുരു, ശരീര ലഘു. മനസ്സ് ശരീരത്തോട് പറയണം, ഇവിടെ ഒഴിക്കാൻ പറ്റൂല, അല്ലെ പ്രസംഗം കഴിയട്ടെ, എന്നിട്ട് പോയി തിന്നാ അല്ലേ? അടി ഇരുത്തുന്നില്ലേ, വിശക്കുന്നില്ലേ കുറയാക്ക്? എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നെന്താ? ഇത് കഴിയട്ടെ എന്നിട്ട് തിന്നാ എന്ന് നമ്മുടെ മനസ്സ് ശരീരത്തോട് അനങ്ങാണ്ട് കിടന്നോ പേരിൻകോട്ടല്ലേ എന്ന് പറഞ്ഞു അല്ലേ? മനസ്സ് ഗുരുവായാൽ മനുഷ്യനായി, ശരീരം ഗുരുവായാൽ മൃഗമായി. ആലോചിച്ച് നോക്കുക. ഇപ്പോ ആ ശരീരത്തിന്റെ ചോദനകളാ, ആ ചോദനകളാ അത് വളർന്നു വരിക. അതിനെ തടഞ്ഞ് മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ, മലയിൽ വാഴും ഭഗവാനേ. പിടികിട്ടിയോ? ഈ ഭക്തി എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ ചോദനകളിൽ നിന്ന് മനസ്സിനെ ഉണർത്തി, തത്വമസി, ഞാനും നീയുമെല്ലാം ഒന്നാണ്, രണ്ടല്ല. അദ്വൈതം രണ്ടല്ല, ഒന്നാണെന്ന ബോധത്തിലേക്ക്. അപ്പോ എല്ലാറ്റിനെയും കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റിയും ഉള്ളുമൊരുടെ മൂർഖം പാമ്പും ദൈവമായി കാണും. കേരളത്തിലെ കാര്യന്മാര് പണ്ട് വന്നപ്പോ
ഇവിടെ ഭയങ്കര കാടായിരുന്നു. ഭയങ്കര കാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മഴയും ഇഷ്ടംപോലെ പുഴയും നല്ല വെയിലും. കാടിന് പിന്നെന്താ വേണ്ട? ഈ കാട്ടിലാണെങ്കിൽ കണ്ടമാനം പാമ്പും. ഇവര് വന്നിട്ട് പലവട്ടം വന്നിട്ടും അവരടുത്ത് മഴവും ഉണ്ടായിരുന്നില്ല, ഇരുമ്പുണ്ടായിരുന്നില്ല. തിരിച്ചുപോയി. അവസാനം മഴവും ചുമലിൽ വെച്ചിട്ട് ഒരാള് വന്നു. നീ പണ്ടൊരു മുനികുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. പാട്ട് കേട്ടിനോ? കണ്ണാലില കണ്ണാ പാലാഴിത്തീരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എന്നുള്ള പാട്ട് ദേവി കന്യാകുമാരിയിൽ. അതില് ആദ്യം പറയുന്നത് മത്സ്യാവതാരത്തെ കുറിച്ചാ. നീ പണ്ടൊരു പൂത്തിമിംഗിലമായി. പിന്നെയാണ് മുനികുമാരനായി നിന്റെ വെൺമഴു പരശുരാമൻ. ആ മഴവും കൊണ്ട് ഇവിടെ വന്ന് കാട് വയക്കി, പാമ്പുകളെ നിങ്ങൾക്കൊരു സ്ഥാനം തരാം. പാമ്പുകൾ ഓടിച്ചു വിട്ടാ ശരിയാവോ? ഇല്ല. പാമ്പുകളും വേണം ഭൂമിയിൽ. പാമ്പുകളും വേണം ഭൂമിയിൽ. 24 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് നാട്ടുകാർ വണ്ടിയും പിടിച്ച് കാത്തു നിന്നതാ എന്നെ പാമ്പ് കടിച്ചിട്ട്. എന്നിട്ടും എനിക്ക് പാമ്പിനോട് വെറുപ്പില്ല. അന്തരീക്ഷത്തിലെ വിഷാംശത്തെ വലിച്ചെടുത്ത് നല്ല ശ്വാസം ഉണ്ടാക്കുന്നത് പാമ്പാണ്. ഈ ഭൂമിയിൽ പാമ്പുകളും പഴുതാരകളും ഓന്തും തേളും അരണയും ഉറുമ്പും ചെതലും എന്ന് തീരുന്നുവോ അന്ന് മനുഷ്യവംശം മുടിയും. ഈ ജീവജാലങ്ങളെല്ലാം ഇല്ലാതാവുമ്പോ മനുഷ്യനും ഇല്ലാതാവും. കാരണം ഈ ഭൂമി മരുഭൂമിയാവും. അപ്പൊ കുട്ടികൾ വിചാരിക്കും കമ്പ്യൂട്ടർ ഇല്ലേ, അതിൽ പോയിട്ട് www.com MD നടിച്ചാൽ മസാല ദോശ തരൂല, NR നടിച്ചാൽ നെയ് റോസ്റ്റും കിട്ടൂല, PV നടിച്ചാൽ പരിപ്പോടെയും തരുന്ന ഒരു കമ്പ്യൂട്ടർ ഇല്ല. ഈ മണ്ണെ ഭക്ഷണം ഉണ്ടാക്കും. ഈ മണ്ണിനെ മണ്ണാക്കി നിർത്തുന്നത് മനുഷ്യനല്ല, ഈ ജീവജാലങ്ങളെല്ലാമാണ്. അതുകൊണ്ട് സർപ്പങ്ങൾ, ആ സർപ്പ പ്രതിഷ്ഠയല്ലേ അല്ലെ, നാഗപ്രതിഷ്ഠ. ആ സർപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി മൂർഖം പാമ്പ. കാരണം അതിന്റെ ഒരു സൗന്ദര്യം നോക്കൂ. ഈ വിഷം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ അതിന്റെ ഒരു സൗന്ദര്യം, ഇത്രയും താൻപോരിമയുള്ള ഒരു ജീവി. മനുഷ്യൻ അക്ഷരങ്ങൾ കണ്ടെത്തുന്നതിനും 10,000 വർഷം മുമ്പ് സ്വന്തമായി അക്ഷരം നെഞ്ചത്തെഴുതി വെച്ച ആളല്ലേ അത്? അക്ഷരം അല്ലേ? അതല്ലേ? അതാണ് ശിവന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന നാഗഫണം അല്ലേ? അതല്ലേ? അതാണ്. അതുകൊണ്ട് പാമ്പ് ശത്രു അല്ല. ശ്രദ്ധിച്ചാ മതി. ചൂട്ട കത്തിച്ചു പോയാ മതി. ചൂട്ടയും കത്തിച്ചു പോയ ഒരൊറ്റയാളെ പാമ്പ് കടിച്ച ചരിത്രമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? ചൂട്ടയുടെ വെളിച്ചം ദൂരെ നിന്ന് കാണുമ്പോൾ പാമ്പ് മാറി നിൽക്കും. പാമ്പ് ഇതുവരെ ഒരാളെ ഓടിക്കടിച്ചിട്ടില്ല. ചവിട്ടി പോയാൽ കടിക്കാത്ത പാമ്പുണ്ടാവും, ഓടിക്കടിച്ചിട്ടില്ല. ഏറ്റവും വിഷമുള്ള പാമ്പ്, ഏറ്റവും ഭീകരനായ രാജവെമ്പാലയ. പക്ഷെ ഇതുവരെ രാജവെമ്പാല കടിച്ചിട്ടാരും മരിച്ചു കേട്ടിട്ടുണ്ടോ? ആരും കടിക്കാത്ത സാധുവാണ്. അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തതാ വിഷം. അതിനേക്കാൾ വിഷം നമുക്കില്ലേ? വൃശ്ചികസ്യ വിഷം പുച്ഛം, തക്ഷകസ്യ വിഷം ദന്തേ, മക്ഷികസ്യ വിഷം ശീർഷ, ദുർജനസ്യ വിഷം സർവാംഗജ. വൃശ്ചികൻ തേള്, തേളിന്റെ വിഷം പാലുമ്മല്. മക്ഷികസ്യ വിഷം, തക്ഷകസ്യ വിഷം ദന്തേ, പാമ്പിന്റെ വിഷം പല്ലുമ്മല്. മക്ഷികസ്യ വിഷം ശീർഷ, കടന്നലിന്റെ വിഷം തലയില്. ദുർജനസ്യ വിഷം സർവാംഗജ, ദുഷ്ടന്മാരുടെ വിഷം മേലാസകല. ആ വിഷവും കൊണ്ട് വണ്ടി ഓടിച്ചിട്ടല്ലേ കേരളത്തിൽ പാമ്പ് കടിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം മരിച്ചത് 25 ആളാ. എന്നാ വണ്ടി ഓടിച്ച് മരിച്ചത്, വണ്ടി അടിച്ച് കൊന്നത് 4000 ആളാ. അപ്പൊ ആർക്കാ വിഷം കൂടുതൽ? മനുഷ്യനല്ലേ? അതുകൊണ്ട് പാമ്പിനെ വെറുക്കണ്ട, ശ്രദ്ധിച്ചാ മതി. ആ പാമ്പും പഴുതാരിയും എല്ലാം എല്ലാറ്റിനും സ്ഥാനം കൊടുത്തതാണ്. പശുവിനെയും കാളയെയും പോത്തിനെയും പോലും ദൈവമായി കരുതി, എലിയെപ്പോലും വാഹനമാക്കിയ ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന മനോഭാവമുള്ള ഒരു മനുഷ്യത്വമാണ് നമ്മുടെ ദൈവവിശ്വാസം നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ടും നമ്മൾ മൃഗങ്ങളോടും പക്ഷികളോടും മാത്രമല്ല, മനുഷ്യരോടും കുട്ടികളോടും ക്രൂരത കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഉത്സവവും ഈ ദൈവവിശ്വാസവും കൊണ്ട് എന്താണോ നേടേണ്ടത്, ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഉത്സവമെല്ലാം ഗംഭീര, പക്ഷെ മനുഷ്യന്മാര് നന്നാവുന്നില്ല. എന്ത് കാര്യം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇങ്ങോട്ട് വന്ന് നിങ്ങളാവരുത് അങ്ങോട്ട് പോകുന്നു.
നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഇരുട്ടും അവിടെ സമർപ്പിക്കുക. അഹന്തയാകുന്ന പുണ്യബോധം, തെറ്റ് ചെയ്തു പോയതിന്റെ പാപബോധം, ഇത് രണ്ട് കെട്ടിലാക്കി അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ടില്ലേ? പുണ്യപാപ ചുമടുകളാം ഇരുമൂടി കെട്ടുമേന്തി പൊന്നമ്പല നടച വിട്ടാൻ വരുന്നു ഞങ്ങൾ സ്വാമി ശരണമയ്യപ്പ. ആടെ കൊടുത്ത ദൈവത്തിന് കൊടുത്ത വാങ്ങരുത് കേട്ടോ. ദൈവത്തിന് സമർപ്പിച്ച തിരിച്ചു വാങ്ങാവോ? നിങ്ങൾ തേങ്ങ ഉടച്ച് ആടെ കൊടുത്ത് അങ്ങ് കൊടുത്തതിന് ശേഷം അതിന് അന്നേക്ക് തുറിയോ? അതവിടെ സമർപ്പിക്കണം. എന്നാൽ നമ്മുടെ പാപബോധം ദൈവത്തിന് കൊടുത്ത് തിരിച്ചു പോകുമ്പോ നമ്മളെ നാട്ടിലെ ചില ആള്, എല്ലാരും അല്ലേ, ചില സ്വാമിമാര് പുണ്യപാപം വെള്ളടി നിർത്താൻ വേണ്ടി മാലയിടും. എന്നിട്ട് ആടെ പോയി തിരിച്ചു വരുമ്പോ മാഹിയിൽ ഇറങ്ങിയിട്ട് വാങ്ങിയിട്ട് സൈഡ് ബാഗിൽ പോകും. എന്നിട്ട് വീട്ടിലെത്തി തേങ്ങ ഉടച്ച ഉടനെ കുടിക്കാൻ. എന്തിനാണ്? സീസണാണോ? നിങ്ങൾ സീസണൽ ഭക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നിർമ്മലമാക്കുക. അമ്പലത്തിൽ പോയി തൊഴുമ്പോ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ, ലൈക്കടിക്കുന്ന വിരൽ, തള്ള വിരൽ ഇതാ, തള്ള അമ്മയാണ്, ഇതാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബാക്കി 4 മെമ്പർമാരാ. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ദൈവത്തെ കൊള്ള ചൂണ്ടിയിട്ട് തൊഴാറുണ്ടോ? ഇല്ല. ഇങ്ങോട്ടാ ആ വെളിച്ചം, ഇങ്ങോട്ട്. ഇവിടെ മാത്രം പോരാ, അവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും. തൊഴുത് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെയും കൊടുക്കും. വികാരങ്ങളിൽ മാത്രം പോരാ വെളിച്ചം, ചിന്തയിലും വേണം. മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ ഇവിടെയാ. എന്നിട്ട് പ്രസാദം വാങ്ങും. ആ പ്രസാദം നെറ്റിയിൽ തൊടുമ്പോ അതിലെന്താ ചാലിച്ച് ചേർക്കണ്ടേ? തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർത്താ പോരാ, അതിലെന്താ ചേർക്കേണ്ടതെന്ന് 60 കൊല്ലമായിട്ട് നിങ്ങൾ കേട്ടതാ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതിലൊരു ചരണം, നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിര്, പ്രകാശം എടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എന്റെ ചിന്തകളിൽ പ്രകാശമാണ്. ഇത് നെറ്റി തൊട്ടാ പിന്നെ ഒരു ദുഷ്ടത ചിന്തിക്കരുത്. പിന്നെ ഇവിടെ തൊട്ടാൽ എന്റെ വികാരങ്ങളിൽ പ്രകാശമാണ്, ഒരു ദുഷ്ടവികാരം ഉണ്ടാകരുത്. പിന്നെ കണ്ഠത്തിൽ തൊട്ടാൽ, കണ്ഠം വാക്കുകളുടെ ഉത്ഭവമാണ്. തൊണ്ടേന്നാണ് ക്ക് ഉണ്ടാവുന്നത്. അത് വായിലൂടെ പുറത്തു വരുമ്പോ വാക്ക്, അതാ വാക്ക്. മനസ്സിലായോ? വാക്കിന്റെ അർത്ഥം വായിലൂടെ വരുന്ന ക്ക് ആണ് വാക്ക്. ആ വാക്കിൽ ഒരു ദുഷ്ടത, ഒരു വൃത്തികേട് പറയരുത്, ഒരു തോന്നിയാസം പറയരുത്, ഒരു തോന്നിയാസം കമന്റ് ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പൊ പറയലൊന്നുമില്ലല്ലോ, കമന്റാ. അടുത്തത് ബാക്കി കയ്യിൽ കുറച്ചുണ്ടാവുമല്ലോ, അത് 2 കൈ ഇങ്ങനെ വരസി, ഒരു കൈ കൊണ്ട് ഇവിടെയും ഒരു കൈ കൊണ്ട് ഇവിടെയും തോന്നും. കൈ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായ കർമ്മങ്ങൾ, ഒരു തോന്നിയാസം ചെയ്യരുത്. മനസാ വാച കർമ്മണ ഞാൻ ശുദ്ധനാണ്, അകത്ത് വെളിച്ചമുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുന്നവരെയാണ് ഭക്തൻ എന്ന് പറയുക. മനസ്സിലായി? അല്ലാതെ ചന്ദനം തൊട്ടാൽ മാത്രം ഭക്തനാവില്ല. അത്തരത്തിൽ ഈ ക്ഷേത്രം, ഈ ചുറ്റുവട്ടം, ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് 1000കണക്കിന് ക്ഷേത്രം ഉണ്ടാവണം. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം. എന്തുത്സവ? ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ഈ ഉത്സവം കഴിഞ്ഞു പോകുമ്പോ ഇവിടെ ഒരമ്പലത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാൻ ഇത്രയും വലിയ ജനക്കൂട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
അപ്പോ ഇത്രയും ദേവാലയങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഉണ്ടാവണം. അതിലൂടെ ഈ ഉത്സവം ഗംഭീരമാകും. അതിന് കഴിയട്ടെ. അതിന് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഇത്ര നേരം ഭക്ഷണത്തിന് പോലും പോകാതെ എന്നെ ഇരുന്നും നിന്നും കേട്ട എല്ലാ ഈ നാട്ടിലെ നല്ല മനസ്സുകൾക്കും ഒരു കൂപ്പുകൈ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.